നവജാത ശിശു സംരക്ഷണത്തെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മൃണാൾ നമ്മളോടൊപ്പം വിഷയത്തിൽ ചേരും. നമസ്കാരം ഡോക്ടർ. നവജാത ശിശുക്കളെ ഏറ്റവും റിസ്ക്കുമുള്ള ഒരു കാര്യമാണ് ചെറിയ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം എന്നത്. ഏറ്റവും കൂടുതൽ കരുതലോടെ നോക്കേണ്ട ഒരു സമയം കൂടിയാണ്. എങ്ങനെയൊക്കെയാണ് നവജാത ശിശുക്കളെ സംരക്ഷിക്കേണ്ടതിൽ ശ്രദ്ധിക്കേണ്ടത്? നവജാത ശിശുവിന്റെ സംരക്ഷണത്തില് 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം ഫീഡിന്റെ കാര്യം, പാല് കൊടുക്കുന്ന കാര്യത്തില് അമ്മയുടെ പാല് മാത്രം കൊടുക്കുക. ഈ ഒരു കോവിഡിന്റെ സാഹചര്യത്തില് അമ്മയ്ക്ക് ജലദോഷമോ ചുമയോ പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് മാസ്ക് ഇട്ടിട്ട് ബേബിയെ ഫീഡ് ചെയ്യാം. അമ്മയുടെ പാല് മാത്രം കൊടുക്കുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് കൂടാതെ വേറെ എന്തെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് പൊടിപ്പാലോ ഒന്നും കൊടുക്കാതിരിക്കുക. രണ്ടാമത്, കുഞ്ഞിന്റെ ശരീര താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ അത് കൂടുതൽ തണുക്കാൻ പാടില്ല. തണുക്കുമ്പോൾ കൂടുതൽ അസുഖം ഉണ്ടാകുന്നത്. അപ്പോൾ എപ്പോഴും ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഡ്രസ് ഒന്നും ഇടിയിച്ചില്ലെങ്കിൽ പെട്ടെന്ന് തണുക്കാൻ സാധ്യതയുണ്ട്. കഴിയുന്നത് ഒരു നീണ്ട തുണി വെച്ചിട്ട്, നല്ല നീളമുള്ള വലിയ ഏരിയ ഉള്ള തുണി വെച്ചിട്ട് ബേബിയെ കവർ ചെയ്യാം. ബേബിയുടെ കൈ തൊട്ട് നോക്കുക. തണുപ്പുണ്ടെങ്കിൽ കൂടുതൽ ഒന്നുകൂടി ഒരു ലെയർ വെച്ച് കവർ ചെയ്യേണ്ടി വരും. നല്ല ചൂടുള്ള സമയത്ത് കുഞ്ഞിന്റെ കഴുത്ത് തൊട്ട് നോക്കുക. വേർക്കുന്നുണ്ട്, പനി പോലെ ചൂടുണ്ടെങ്കിൽ കുറച്ച് തുറന്നിടേണ്ടി വരും. തല, കഴുത്ത് ഏരിയൊക്കെ തുറന്നിടേണ്ടി വരും. കൂടാതെ കുഞ്ഞുങ്ങളുടെ ശ്വാസം മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴുത്ത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കണം. കുഞ്ഞുങ്ങളുടെ കഴുത്തിന് ഉറപ്പില്ലാത്ത ബലം ഇല്ലാത്തൊരു സമയമാണ് ന്യൂ ബോൺ ടൈം. ഒരു 5 months 5 മാസമൊക്കെ ആകുമ്പോഴേ കഴുത്തിന് ഉറപ്പ് വരത്തുള്ളൂ. അപ്പൊ അതുവരെ കഴുത്തിന്റെ താഴെ എപ്പോഴും ഒരു സപ്പോർട്ട് വേണം. തലയുടെ അടിയിൽ ഒരിക്കലും ഒരു പില്ലോ അല്ലെങ്കിൽ തലയണ വെക്കാതിരിക്കാൻ നോക്കുക. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ് വെക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിലും കഴുത്ത് മടങ്ങാൻ സാധ്യതയുണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരാം. 4മതായി, വൃത്തി വളരെ ഇമ്പോർട്ടന്റ് ആണ്. വൃത്തിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കൈ എപ്പോഴും കുഞ്ഞിനെ എടുക്കുന്നതിന് മുൻപായിട്ട് കൈ സോപ്പും വെള്ളം വെച്ച് കഴുകുക. നഖം ഉണ്ടെങ്കിൽ നഖം വെട്ടാൻ നോക്കുക. അത് കൂടാതെ കുഞ്ഞിന് എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് പൊടിപ്പാൽ വല്ലതും കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ അമ്മയുടെ പാൽ തന്നെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ പിഴിഞ്ഞെടുക്കുന്ന പാത്രം, അതേപോലെ തന്നെ കൊടുക്കുന്ന സ്പൂൺ, ഉപകരണം സ്റ്റെറിലൈസ് ചെയ്യണം. ഓരോ പ്രാവശ്യം ഉപയോഗത്തിന് മുമ്പായിട്ട് സ്റ്റെറിലൈസ് ചെയ്യണം. അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ആ ഒരു പാത്രത്തിന് സോപ്പ് വെള്ളം വെച്ച് കഴുകി തിളച്ച വെള്ളത്തിൽ 15 മിനിറ്റ് വെക്കുക. കഴിയുന്നതും ബോട്ടിലിൽ പാല് കൊടുക്കാതിരിക്കാൻ നോക്കുക. ഡോക്ടർ, ഈ കുഞ്ഞുങ്ങളുടെ വെയിറ്റിന്റെ കാര്യം, ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ വെയിറ്റിൽ ചെറിയ കുറവുള്ള കുഞ്ഞുങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നത് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് അത്? എത്രത്തോളം ശ്രദ്ധ വേണം അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക്? കുഞ്ഞുങ്ങളുടെ വെയിറ്റ് നോർമലായിട്ട് 2.5 കിലോയുടെ മുകളിലാണ്. 2.5 കിലോന് താഴെയുള്ള കുഞ്ഞുങ്ങൾ നമ്മൾ ലോ ബർത്ത് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോ ബർത്ത് വെയിറ്റ് ഉള്ള കുഞ്ഞുങ്ങളിൽ പല പ്രശ്നങ്ങളും കൂടുതലായിട്ട് വരാം. വെയിറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് തണുക്കാൻ സാധ്യതയുണ്ട്. വെയിറ്റ് കുറവായതുകൊണ്ട് പെട്ടെന്ന് ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും. അതേപോലെ ബ്ലഡിന്റെ ഷുഗർ കുറയാൻ സാധ്യതയുണ്ട്. കാരണം കുഞ്ഞിന്റെ ശരീരത്ത് ഒരു റിസർവ് ഇല്ല, അല്ലെങ്കിൽ എനർജി സ്റ്റോർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പെട്ടെന്ന് കുറഞ്ഞിട്ട് റിസർവ് കുറയാൻ സാധ്യതയുണ്ട്. അത് കൂടാതെ കുഞ്ഞിന്റെ രക്തത്തില് കട്ടി കൂടാൻ സാധ്യത, പോളിസൈത്തീമിയ എന്ന് പറയും. ചില കുഞ്ഞുങ്ങൾക്ക് കാൽഷ്യത്തിന്റെ കുറവ് വരാം. കാൽഷ്യത്തിന്റെ കുറവ് വന്നാല് ഹാർട്ടിന്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ അതേപോലെ സീഷർ, ജന്നി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സാധാരണമായിട്ട് ചെറിയ ചില കുഞ്ഞുങ്ങളിൽ കൂടുതൽ മഞ്ഞ ഉണ്ടാവാൻ സാധ്യത. അപ്പോൾ മെയിനായിട്ടും ഈ പ്രശ്നങ്ങളാണ് ഈ വെയിറ്റ് കുറഞ്ഞ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. വെയിറ്റ് കുറഞ്ഞ കുട്ടികളുടെ സാധാരണ ഡെലിവറി കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ മോണിറ്ററിങ് ഹോസ്പിറ്റൽസിൽ പീഡിയാട്രിക് ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്. ഫോർ എക്സാമ്പിൾ, അവരിൽ കൂടുതൽ നല്ലോണം കവർ ചെയ്യും, തുണി വെച്ചിട്ട് കവർ ചെയ്യും. ബ്ലഡ് ഷുഗർ മോണിറ്റർ ചെയ്യും. അതേപോലെ എല്ലാ കുഞ്ഞുങ്ങളിലും മഞ്ഞ നമ്മൾ ജോണ്ടിസിന്റെ അളവ്, ബിലിറുബിന്റെ അളവ് എത്രയാണെന്ന് നോക്കാറുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ എക്സ്ട്രാ കെയർ എടുക്കും. ചില കുഞ്ഞുങ്ങളിൽ നമ്മൾ കാൽഷ്യം ചെക്ക് ചെയ്ത് നോക്കും. അപ്പൊ ഇതാണ് പൊതുവെ വെയിറ്റ് കുറവുള്ള കുട്ടികളിൽ ചെയ്യുന്ന കെയർ. ഇത് കൂടാതെ ഡെലിവറി ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആയതിനു ശേഷം എങ്ങനെയാണ് ഈ വെയിറ്റ് കുറഞ്ഞ കുട്ടികളെ നോക്കേണ്ടതെന്നുള്ളത് അമ്മയും അമ്മുമ്മയും അല്ലെങ്കിൽ അച്ഛനെയും പഠിപ്പിക്കുന്നതായിട്ടും ചെയ്യാറുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഫീഡിങ് യൂട്ടൻസിൽ എക്സ്ട്രാ ആയിട്ട് ഫീഡ് കൊടുക്കേണ്ടി വരുന്ന കേസുകളൊക്കെ ഈ ചെറിയ കുഞ്ഞുങ്ങളിലാണ്. പ്രീ ടേം ബേബീസിനും ഇതേപോലെ തന്നെ വെയിറ്റ് കുറഞ്ഞ കുട്ടികൾ മാത്രമല്ല, സമയത്തിന് മുൻപ് ജനിച്ച കുട്ടികൾക്കും ഇതേപോലെ എക്സ്ട്രാ ഫീഡ് അമ്മയുടെ പാല് തന്നെ പിഴിഞ്ഞ് ഇതേപോലെ കൊടുക്കേണ്ടി വരും. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്, വയനാട്ടിൽ നിന്നാണ്. അപർണ ഡോക്ടറോട് ചോദിച്ചോളൂ.
ഹലോ. ഹലോ, അപർണ പറഞ്ഞോളൂ. സാറേ, വാവയ്ക്ക് ഇപ്പം 59 days ആയി. ഓക്കെ. മോക്ക് വയറ്റിന്ന് പോകുന്നതിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് 3 days അല്ലെങ്കിൽ 4 days കഴിഞ്ഞിട്ടാ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരിക്കൽ പീഡിയാട്രീഷ്യന്റെ അടുത്ത് ചോദിച്ചപ്പോൾ 5 days വരെ ഓക്കെ എന്ന് പറഞ്ഞിരുന്നു. അപ്പം ചെറിയ കുഞ്ഞുങ്ങളിൽ മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ വരാം. സാധാരണയായിട്ട് 3 ദിവസം വരെയ്ക്ക് പോകാറുണ്ട്. ചില കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ 5 ദിവസം എടുക്കാം. അപ്പോ പോകാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് കുറവാണെങ്കിലും, തൈറോയിഡിന്റെ അളവ്, ഹോർമോണിന്റെ അളവ് കുറവാണെങ്കിലും മോഷൻ പോകാൻ ബുദ്ധിമുട്ട് വരാം. അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെങ്കിൽ ഓക്കെ, അത് നോർമൽ ആണെങ്കിൽ ഓക്കെ. ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് കൂടാതെ കുഞ്ഞിന് കിട്ടുന്ന പാലിന്റെ അളവ് നല്ലോണം കൂടുതൽ പാല് കൊടുക്കാൻ നോക്കുക. ചില കുഞ്ഞുങ്ങൾക്ക് പല കാരണത്താൽ നല്ലോണം പാല് കുടിക്കാൻ കഴിയില്ല. ചില അമ്മമാർക്ക് ഒത്തിരി പാൽ ഒരുമിച്ച് വന്നിട്ട് കുഞ്ഞിനെ കുടിക്കാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പാല് കുറച്ച് പിഴിഞ്ഞ് കളഞ്ഞിട്ട് പീടിയേണ്ടി വരും. അതേപോലെ പാല് കുടിക്കാൻ വേണ്ടി ചിലപ്പം തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേദന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൂക്കടഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് കുടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയാണെങ്കിൽ എപ്പോഴും കുഞ്ഞിനെ കുറച്ച് ചൂടായിട്ട് വെക്കുക, വാമായിട്ട് വെക്കുക. മൂക്കടപ്പുണ്ടെങ്കിൽ സലൈൻ ഡ്രോപ്സ് ഉപയോഗിച്ച് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഉറക്കിയിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഫീഡ് ചെയ്യുക. അതേപോലെ ഒത്തിരി ഗ്യാസ് വിഴുങ്ങിയിട്ടുണ്ടെങ്കിൽ, വയറിൽ ഒത്തിരി, കുടലിൽ ഒത്തിരി ഗ്യാസ് ഉണ്ടെങ്കിലും കുഞ്ഞിനെ പാല് കുടിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അപ്പൊ ഫീഡ് ചെയ്തതിന് ശേഷം കുറെ നേരം തോളത്ത് വെക്കുക, ഗ്യാസ് കളയാൻ നോക്കുക. ഫീഡ് ചെയ്യുന്ന സമയത്തും ഈ 2 മാസമുള്ള കുട്ടികൾ ചെറിയ ശബ്ദം അല്ലെങ്കിൽ ലൈറ്റ് ഒക്കെ കാണുമ്പോൾ തിരിഞ്ഞെന്ന് വരും. അപ്പോൾ അവരുടെ കോൺസെൻട്രേഷൻ, ഫീഡ് ചെയ്യുന്ന സമയത്തുള്ള കോൺസെൻട്രേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ അനാവശ്യമായിട്ട് ലൈറ്റ്, സൗണ്ട്, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കുക. അതേപോലെ കൂടുതൽ ഉറങ്ങിപ്പോവുകയാണെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കവിളിൽ ഉരച്ചോ കൂടുതൽ ഫീഡ് ചെയ്യാൻ നോക്കുക. കൂടുതൽ നേരം ഫീഡ് ചെയ്യാൻ നോക്കുക. അതേപോലെ തന്നെ കൂടുതൽ തവണ ഫീഡ് ചെയ്യാം. സാധാരണ ചെറിയ കുട്ടികൾ 2-3 മണിക്കൂർ കൂടുമ്പോൾ ഫീഡ് ചെയ്യും. അപ്പോൾ രാത്രിയിൽ 4-5 തവണ ഫീഡ് ചെയ്യാൻ നോക്കുക. ബേബിയുടെ കൂടെ ഉറങ്ങാൻ നോക്കുക. സാധാരണ അമ്മയ്ക്ക് പാലുണ്ടാകുന്ന ഹോർമോൺ വരുന്നതും രാത്രിയിലാണ്. അതേപോലെ ബേബി കൂടുതൽ എഴുന്നേൽക്കുന്നതും രാത്രിയാണ്. അപ്പോൾ കൂടുതൽ തവണ രാത്രിയിൽ ഫീഡ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് കൂടുതൽ പാൽ ഉണ്ടാവുകയും കുഞ്ഞിന് കൂടുതൽ പാല് കുടിക്കാൻ കഴിയുകയും മോഷൻ കൂടുതൽ വരാൻ സാധ്യതയും ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെ നമുക്ക് തൽക്കാലം ചെയ്യാം. ശരി. ഡോക്ടർ രാജി എന്ന പ്രേക്ഷക പത്തനംതിട്ടയിൽ നിന്ന്. രാജി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ രാജി. ഡോക്ടറെ, കുഞ്ഞ് ജനിച്ച സമയത്ത് കുഞ്ഞിന് 3 കിലോ ആയിരുന്നു വെയിറ്റ്. ഇപ്പൊ കുഞ്ഞിന് 1 വയസ്സാകുന്നു. അപ്പൊ കുഞ്ഞിന് ഇപ്പൊ 8 കിലോയാണ് ഡോക്ടർ. അപ്പം നമ്മൾ ജനിച്ച സമയത്ത് ഇപ്പൊ 8 കിലോ. കേൾക്കാമോ? ഡോക്ടർ ക്യൂ തുടരുന്നു. ഡോക്ടർ, തൃശ്ശൂരിൽ നിന്ന് രേഷ്മ എന്ന പ്രേക്ഷക ചേരുന്നുണ്ട്. രേഷ്മ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എന്റെ മകനിപ്പോ 3 മാസം കഴിഞ്ഞു. അവനിപ്പോ ഒരാഴ്ചയായിട്ട് ഞാൻ ഫീഡ് ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ മോഷൻ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ 3 മാസം കഴിഞ്ഞു. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 110 ദിവസമായി. സാധാരണ ഇങ്ങനെയല്ലേ മോഷൻ പോകുന്നത്? ഇല്ല, അവന് ഫീഡ് ചെയ്യുന്ന സമയത്ത് ഒരു 2 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ പോകുന്നത് കണ്ടിട്ടില്ല. എത്ര ദിവസമായിട്ട് കൂടുതൽ തവണ പോകുന്നത്? ഒരു 3-4 ദിവസമായിട്ട് അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പാല് കൂടി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, എനിക്ക് നോർമലായിട്ട് മുന്നുള്ളത് പോലെ തന്നെയാണ് പാലുള്ളത് ഇപ്പോഴും. ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ലൂസ് സ്റ്റൂൾ എന്നുള്ള രീതിയിൽ നമുക്ക് കണക്കാക്കാം. കുഞ്ഞിന് ഒത്തിരി ഇളകിയിട്ടാണോ, വെള്ളം പോലെ ഒത്തിരി ഇളകിയിട്ടാണോ പോകുന്നത്? അത് കബർ ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത് കാണുമ്പോ. ചെറുതായിട്ടാണോ വലുതായിട്ടാണോ ഇളകി പോകുന്നത്? ചില സമയത്ത് കുറച്ചേ ഉണ്ടാവുള്ളൂ. ചില സമയത്തൊക്കെ 1-2 തവണയൊക്കെ കുറച്ച് അധികമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ കുടലിലുള്ള ഇൻഫെക്ഷൻ ആയിരിക്കാം. കുട്ടികളെ ഡോക്ടറെ കാണിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഒത്തിരി ഇളകി പോകുന്നുണ്ടെങ്കിൽ ORS കൊടുക്കാം. പക്ഷെ എന്നാലും ഡോക്ടറെ ഒന്ന് കാണിക്കുക കേട്ടോ. ശരി. ഡോക്ടർ, മലപ്പുറത്ത് നിന്ന് ഫിറോസ് എന്ന പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ഫിറോസ്, ഡോക്ടറോട് ചോദിച്ചോളൂ.
ഹലോ. ഹലോ ഫിറോസ്. ആ പിന്നെ ഡോക്ടറെ, എന്റെ കുട്ടി 8ാം മാസം ജനിച്ചതാണ്. ഹലോ. അപ്പൊ തൂക്കം കുറവായിരുന്നു. ഇപ്പൊ എത്ര ദിവസമായി കുഞ്ഞ് ഇപ്പോ 42 ദിവസമായി. ഇപ്പൊ 2200 തൂക്കണ്ട്. ഓക്കെ. അപ്പൊ ഈ കുട്ടിയെ കുളിപ്പിക്കാൻ അതേമാതിരി മുടി കളയാനൊക്കെ. ഓക്കെ. ഇപ്പൊ വെയിറ്റ് കുറവാണ്, 2200 ഉള്ളൂ. 2 കിലോ 500 അല്ലെങ്കിൽ കുറച്ചും കൂടെ വെയിറ്റ് ആകുന്നവരെ കുഞ്ഞിനെ തുടക്കുക, നനഞ്ഞ തുണി വെച്ച് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ മുക്കിയിട്ട് തുടക്കുക എല്ലാ ദിവസവും. എന്നിട്ട് പെട്ടെന്ന് കവർ ചെയ്യുക കേട്ടോ. സോപ്പും വെള്ളം വെച്ച് കഴുകി പെട്ടെന്ന് തുടച്ചെടുക്കുക. കൂടുതലും കുളിപ്പിക്കുന്നൊക്കെ 2.5 കിലോ ആയിട്ട് ചെയ്താൽ മതി. ഓക്കെ. അതേപോലെ കൊല്ലത്ത് നിന്നാണ് അനിൽകുമാർ ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ. ഹലോ, പറഞ്ഞോളൂ. സാറേ, എന്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാ സംസാരിക്കുന്നത്. ഇന്ന് പ്രസവിച്ചിട്ട് 56 ദിവസമായി. സാറേ, പിന്നെ എന്റെ മകളുടെ കുഞ്ഞിന് വേണ്ടിയാ സംസാരിക്കുന്നത്. പ്രസവിച്ചിട്ട് 52 ദിവസമായി. അപ്പൊ അന്ന് 400 വെയിറ്റ് ഉള്ളായിരുന്നു. മഞ്ഞ കളർ ഉണ്ടായിരുന്നു കണ്ണില്. അതങ്ങനെ മാറാത്തതിന്റെ പേര് ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴ് ബൈലോറൂബിൻ 10 ml ആയിട്ട് വന്ന്, പിന്നെ ചില കൗണ്ടുകൾക്ക് വ്യത്യാസം വന്നപ്പോ അവിടുന്ന് മരുന്നുകൾ കുറിച്ച് തന്നായിരുന്നു. ഡെറോലക്ക് 5 ml കൊടുക്കാൻ പറഞ്ഞ്, പിന്നെ അതിന്റെ കൂടെ ഗാർഡിലൻ 30 എന്ന് പറഞ്ഞ ഗുളിക പകുതി മുറിച്ച് കൊടുക്കാൻ പറഞ്ഞു. അത് മെഡിക്കൽ സ്റ്റോറിൽ ചെന്നപ്പോ അവര് പറഞ്ഞത് ഫിറ്റ്സിന്റെ ഗുളിക കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ലെന്ന്. അങ്ങനെ അവര് തന്നില്ല. അതെന്തിനാ അതിന്റെ കൂടെ തന്നേന്നൊരു സംശയം. അതുകൊണ്ട് സാർ എന്തോ പറയുന്നേ? കുഞ്ഞിന്റെ മോഷന്റെ നിറം വെള്ള നിറമാണോ? മഞ്ഞ നിറ, നല്ല മഞ്ഞ നിറമാണ്. മഞ്ഞ നിറമാണ്. ഓക്കെ. യൂറിനൊക്കെ ഡാർക്ക് കളർ ആണോ അതോ ലൈറ്റ് കളർ ആണോ? യൂറിനൊക്കെ ഒരുവിധം നോർമൽ കളറായിട്ടാണ് കാണിക്കുന്നത്. നോർമൽ കളറാണ്. ഓക്കെ. അപ്പോ കുഞ്ഞിന് മഞ്ഞ കൂടുതലുണ്ടെങ്കിൽ ഈ ഗാർഡനിലുള്ള ആ ഒരു ടാബ്ലറ്റ് അല്ലെങ്കിൽ ഫിനോബാർബിറ്റോൺ എന്നുള്ള മരുന്ന് കൂടുതൽ ലിവറിന് സഹായിക്കും ഈ ബിലിറുബിൻ പുറത്തേക്ക് കളയാൻ വേണ്ടി. അതിനാണ് ആ ഡോക്ടർ അങ്ങനെ തന്നിരുന്നത് കേട്ടോ. അപ്പോ ജെന്നിക്ക് കൊടുക്കുന്ന മരുന്നുള്ളത് ശരിയാണ്, പക്ഷെ ഇങ്ങനെയും ഒരു ഉപയോഗം അതിനുണ്ട്. അപ്പൊ ആ ഡോക്ടർ ചെയ്തതിൽ തെറ്റില്ല. എന്നിരുന്നാലും ഒരു 2 മാസമായി കുഞ്ഞ്, എന്നാലും ഒരു 10 കൂടുതലുണ്ട്. 10 mg/dL ബിലിറുബിൻ ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും. തൈറോയ്ഡ് ടെസ്റ്റ് ഒക്കെ നോർമലാണോ, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. അടുത്തുള്ള ഒരു ന്യൂ ബോൺ ഡോക്ടറെ, ചെറിയ കുഞ്ഞുങ്ങളെ നോക്കുന്ന ഡോക്ടറെ ഒന്ന് കാണിക്കുക കേട്ടോ. ഡോക്ടർ, അടുത്ത കോൾ കോതമംഗലത്ത് നിന്നാണ് കാർത്തിക ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, എന്റെ കുഞ്ഞിന് 7 മാസമായി. അവനക്കൊരു 4 മാസം തൊട്ട് എപ്പോഴും വിറയലുണ്ടാവുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ കുഞ്ഞിന് 7 മാസമായി. 4 മാസമായിട്ട് 7 മാസമായി. ഓക്കെ. പാല് കൊടുക്കുമ്പോൾ, പാല് കൊടുത്ത ശേഷം ഇവന് ഉറങ്ങുന്ന സമയത്തൊക്കെയാണ്. ഉണർന്നിരിക്കുമ്പോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഉറങ്ങിക്കിടക്കുമ്പോഴാണല്ലേ? ഓക്കെ. ഉറങ്ങിക്കിടക്കുമ്പം വളരെ ഫ്രീക്വന്റ് ആയിട്ടുണ്ടോ അതോ വല്ലപ്പോഴും ഉള്ളോ? ഇടയ്ക്കിടയ്ക്ക്. ഒരു 4 മാസത്തിനിടയ്ക്ക് മൊത്തം ഒരു 20 തവണ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ. ഓക്കെ. ഒരു ദിവസം എത്ര തവണ ഉണ്ടാവും? 1 വട്ടം 2 വട്ടം ഉണ്ടായിട്ടുണ്ട്. അത് കൂടുതൽ ഉണ്ടായിട്ടില്ല. എല്ലാ ദിവസവും ഉണ്ടാവുന്നില്ല. കുഴപ്പമില്ല. ചില കുഞ്ഞുങ്ങളുടെ ഉറക്ക സമയത്ത് സ്ലീപ്പ് മയോക്ലോണസ് എന്ന് പറഞ്ഞൊരു പ്രത്യേകത, ഒരു ഫിനോമിനൻ ഉണ്ടാവാറുണ്ട്. അത് സാധാരണ ജന്നിയായിട്ട് കണ്ടാൽ ജന്നി പോലെ തോന്നും, പക്ഷെ അതല്ല കേട്ടോ. ഉറക്ക സമയത്ത് ഒരു വിറയൽ ഉണ്ടാവാറുണ്ട്. അപ്പോ അത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഒരു പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ് ഒന്ന് കാണിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങള് ആ കുഞ്ഞിന്റെ മൂവ്മെന്റ് ഒന്ന് വീഡിയോ എടുക്കാൻ നോക്കുക പറ്റുമെങ്കിൽ. എന്നിട്ട് കുട്ടികളെ ന്യൂറോളജിസ്റ്റ് ഒന്ന് കാണിക്കുക. പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അടുത്ത കോൾ കോഴിക്കോട് നിന്ന് സുമയാണ്. സുമ ഡോക്ടറോട് ചോദിച്ചോളൂ.
ഹലോ ഡോക്ടറെ, മോന് 3 മാസം പ്രായമായിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ കൊറോണ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഫീഡ് ചെയ്യാൻ പാടുണ്ടോ? ആർക്കാണ് കോവിഡ് വന്നത്? അമ്മയ്ക്കാണോ കുട്ടിക്കാണോ? അല്ല, അമ്മയ്ക്ക്. അമ്മയ്ക്ക്. ഓക്കെ. അമ്മയ്ക്ക് കോവിഡ് ഉണ്ടെങ്കിലും കുഞ്ഞിനെ ഫീഡ് ചെയ്യാം. മാസ്ക് ഇടുക, കൈ സോപ്പും വെള്ളം വെച്ച് കഴുകുക കുഞ്ഞിനെ എടുക്കുന്നതിന് മുൻപായിട്ട്. അപ്പൊ അതേപോലെ തന്നെ വീട്ടിലുള്ള എല്ലാവരും കുഞ്ഞിനെ ഒരു 6 ഫീറ്റിനടുത്ത് വരികയാണെങ്കിൽ മാസ്ക് ഇടുന്നത് നല്ലതായിരിക്കും. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. മോന് ഇപ്പം മോഷൻ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ നമ്മളിപ്പോ സപ്പോസിറ്റർ ഒക്കെ വെച്ചിട്ടാണ് ഇപ്പൊ മോഷൻ പോകുന്നത്. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ മോഷൻ പോകുന്നത്. അപ്പൊ അതിന് എന്തെങ്കിലും എന്താ ചെയ്യാൻ പറ്റുക? മോഷൻ പോകുമ്പോ വളരെ ഹാർഡ് ആയിട്ടുള്ള സ്റ്റൂൾ ആണോ, കല്ല് പോലെ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു ലൂസായിട്ട് തന്നെയാ പോകുന്നത്. പക്ഷെ പോകുമ്പോ ഒരു 3-4 ദിവസം. നേരത്തെ ഒരു പേഷ്യന്റ് ഇതേപോലെ ചോദിച്ചിരുന്നു. അപ്പോ ഒന്നെന്ന് വെച്ചാൽ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുക. തൈറോയ്ഡ് ടെസ്റ്റ് നോർമൽ ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നല്ലോണം ഫീഡ് ചെയ്യാൻ നോക്കുക. മൂക്ക് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോപ്സ് ഒഴിക്കുക. അതേപോലെ കൂടുതൽ നേരം കോൺസെൻട്രേഷനോടെ ഫീഡ് ചെയ്യാൻ അനുവദിക്കുക. തോളത്ത് വെച്ച് ഗ്യാസ് നല്ലോണം കളയുക. കൂടുതൽ നല്ലോണം ഫീഡ് ചെയ്യുക കേട്ടോ. എന്നിട്ടും മോഷന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ ലാക്സേറ്റീവ് ഉണ്ട്, ലാക്ടിലോസ് പറഞ്ഞിട്ടുള്ള ലാക്സേറ്റീവ് കൊടുത്തു നോക്കാം. അതിലൊന്നും ശരിയാവുന്നില്ലെങ്കിൽ തീർച്ചയായും കുട്ടികൾ ഡോക്ടറെ ഒന്ന് കാണിക്കുക. ഓക്കെ. ശരി. ഡോക്ടർ ഹരിത ചേരുന്നു കൊല്ലത്ത് നിന്ന്. ഹരിത, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ ഹരിത, പറഞ്ഞോളൂ. മോക്ക് 1.5 വയസ്സുണ്ട്. മോക്കപ്പം അതുകൊണ്ട് ഇപ്പം 5-6 ദിവസം കൂടുമ്പോഴൊക്കെ മോശം പോത്തോളൂ. ഓക്കെ. ഹലോ. 5-6 ദിവസം കൂടുമ്പോഴാണ് പോകുന്നത്. നല്ല കട്ടിയായിട്ടാണ് പോകുന്നത്? തിക്കായിട്ടാണ് പോകുന്നത്. എങ്ങനെയാണ്? കുത്തിയിരുന്നിട്ടാണോ നേരെ നിന്നിട്ടാണോ പോകുന്നത് മോഷൻ? സ്ക്വാറ്റ് ചെയ്തിട്ടാണോ കുത്തിയിരുന്നിട്ടാണോ പോകുന്നത് അതോ നിന്നിട്ടാണോ പോകുന്നത് മോഷൻ? നിന്നിട്ടാണ് പോകുന്നത്. ഓക്കെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മോഷൻ പോകുമ്പോൾ നിന്നിട്ട് പോയാല് കുഞ്ഞുങ്ങൾക്ക് അല്ല ആരായാലും പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള പൊസിഷൻ ഇരുന്നിട്ടാണ്. അപ്പൊ കുത്തിയിരുന്നിട്ടുള്ളത് പഠിപ്പിക്കേണ്ടി വരും കുഞ്ഞിനെ. അത് കൂടാതെ ഒരു റെഗുലർ ആയിട്ട് പകല് പോകുന്ന രീതിയിൽ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളമൊക്കെ കൊടുത്തിട്ട് കുഞ്ഞിനെ മോഷൻ പോകാൻ വേണ്ടി റെഡിയാക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ അതിന് മോഷൻ കല്ല് പോലെ കുറെ കൂടെ കട്ടിയായിട്ടാണെങ്കിൽ ലാക്സേറ്റീവ് കൊടുക്കുക. ഒരു 1.5 വയസ്സുള്ള കുട്ടിയാകുമ്പോൾ ലാക്സേറ്റീവ് ഡൂഫലാക് അല്ലെങ്കിൽ ലൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ലാക്സേറ്റീവ് കിട്ടും. അതൊരു 6 ml 6 ml വെച്ച് കൊടുക്കാൻ നോക്കുക രാവിലെയും വൈകിട്ട് ഒരാഴ്ചത്തേക്ക്. അതിനുശേഷം ഒരു നേരം വെച്ച് കണ്ടിന്യൂ ചെയ്യുക. നല്ലോണം വെള്ളം കൊടുക്കുക കുഞ്ഞിന് കേട്ടോ. ഏകദേശം ഒരു ദിവസം ഒരു 1000 ml വെള്ളമെങ്കിലും ഗ്ലാസ്സിൽ കൊടുക്കാൻ നോക്കുക. ശരി. ഡോക്ടർ തൃശ്ശൂരിൽ നിന്നാണ് അടുത്ത കോൾ. റംസിയാണ്. റംസിയ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ റംസിയ, പറഞ്ഞോളൂ. ഡോക്ടർ, എന്റെ മോൾക്ക് ഇപ്പൊ 1 വയസ്സായി. അത് മോൾക്ക് ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ജലദോഷത്തിന്റെ പ്രശ്നമുണ്ട്, മൂക്കടപ്പൊക്കെ. അപ്പൊ 2 ആഴ്ചയായിട്ട് മെഡിസിൻ കൊടുത്തിട്ടും കുറവ് തോന്നുന്നില്ല. പിന്നെ ഇവിടുത്തെ എൽഡർ ബ്രദറിന്റെ കുട്ടിക്ക് ഇങ്ങനെ കോവിഡ് പോസിറ്റീവ് ആയിട്ട് കണ്ടു. അപ്പൊ അവൾക്ക് സെക്കൻഡറി കോണ്ടാക്ട് ഉണ്ട്. അപ്പൊ നമ്മ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല. ഓക്കെ. അപ്പോ കുഞ്ഞിന് നേസൽ ഡീകൺജസ്റ്റൻ ഉണ്ട്, അത് കൊടുക്കാം കേട്ടോ. നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ജലദോഷത്തിന് മരുന്നുണ്ടോ? ഒരു എസ്ബ്രോൺസ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, എസ്ബ്രോൺ. പിന്നെ ലീസിഡെക്സ് എന്ന് പറഞ്ഞ 2 മരുന്നാണ് ഡോക്ടർ തന്നിരുന്നത്. അപ്പൊ അത് കുറവില്ല. നമ്മളിപ്പോ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കൊറോണ ടെസ്റ്റ് പോസിബിൾ ആണോ? ഓക്കെ. ഏതായാലും കുഞ്ഞിന് ചെറിയ ചൂടുവെള്ളം കൊടുക്കുക. തണുപ്പുള്ളത് മധുരമുള്ള ഫുഡൊന്നും കൊടുക്കല്. ബോട്ടിൽ ഫീഡിങ് ഒഴിവാക്കുക ഉണ്ടെങ്കിൽ. അതേപോലെ ഇതേപോലെ ജലദോഷത്തിന്റെ മരുന്ന് സെട്രസിൻ എന്ന് പറഞ്ഞ മരുന്ന് കിട്ടും, അല്ലെങ്കിൽ സിനാറസ്റ്റ് AF എന്ന മരുന്ന് കിട്ടും. അത് കുഞ്ഞിന്റെ വെയിറ്റ് വെച്ചിട്ട് കൊടുക്കേണ്ടി വരും. ഏകദേശം 9 കിലോ അല്ലേ കുഞ്ഞിന്? ഇപ്പൊ 11 കിലോ ഉണ്ട്. ഓക്കെ. ഒരു 3 ml വെച്ച് സിനാറസ്റ്റ് AF എന്നുള്ള സിറപ്പ് ഉണ്ടെങ്കിൽ 3 ml 3 നേരം വെച്ച് കൊടുക്കുക. അതുകൂടാതെ കൂടുതൽ തണുത്ത കാറ്റോ പുകയോ പൊടിയോ കൊള്ളാതിരിക്കാൻ നോക്കുക. വീട്ടില് കൂടുതൽ വേറെന്തെങ്കിലും പട്ടി, പൂച്ച അല്ലെങ്കിൽ കോഴി കുഞ്ഞുങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അലർജി കാരണം ജലദോഷം വരാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക കേട്ടോ.
ശരി, നന്ദി ഡോക്ടർ മൃണാൾ. മറ്റൊരു അവസരത്തിൽ വീണ്ടും കാണാം. ഡോക്ടർ ക്യൂ പൂർണ്ണമാവുന്നു. നമസ്കാരം.